ഹലോ ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റു. ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേന് എഴുന്നേറ്റു. അങ്ങനെ 8:30 ആകുമ്പോഴത്തേന് കുളിച്ച് മാറ്റി ഫ്രഷായി ഷർട്ട് അയൺ ചെയ്തതിൻ്റെ ശേഷം നേരെ ഷോപ്പിലോട്ട് ഇറങ്ങി. ഷോപ്പിലോട്ട് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 8:30 ആകുമ്പോഴത്തേന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സെയിൽസ്മാൻമാരും നേരത്തെ വരുന്ന ടൈമാണ്. കാരണം അവർക്കും പള്ളിയിലൊക്കെ പോകേണ്ടല്ലോ, ജുമയൊക്കെ ഉള്ളതാണല്ലോ. അങ്ങനെ ഞങ്ങളെ പാർക്കിങ്ങിലൂടെ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഷോപ്പിലോട്ട് പോകുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റോളം നടക്കാനുണ്ട്. ഞങ്ങളെ പാർക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒട്ടുമിക്ക റെസിഡൻസിലും യൂസ് ചെയ്യുന്നത് ബെൻസാണ്. മെഴ്സീഡീസ് ബെൻസിൻ്റെ വാഹനങ്ങളാണ്. GMC ഉണ്ട്, അതേപോലെ BMW ഉണ്ട്, അതേപോലെ ടൊയോട്ട സുപ്ര ഉണ്ട്. അതേപോലെ ഈ ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല, അറിയുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലാൻഡ് റോവർ ഉണ്ട്. അങ്ങനെ ഒരുവിധ വാഹനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ നോട്ട് ചെയ്ത് ബെൻസാണെന്ന് മാത്രം. ഷോപ്പിൽ വന്നു. ഇതാണ് ഇജാസ്. അവൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നിട്ടുണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ വന്നിട്ടുണ്ട്. അവനാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് വെജിറ്റബിൾ എത്തിക്കുന്നത്. അവനക്കും വേറെ ഷോപ്പുകളിലൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് അവൻ പെട്ടെന്ന് അവനും വന്നു പോയി. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ വർക്കുകളൊക്കെ തീർത്തതിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ള ദമാക് മാൾ പോവാണ്. ഞങ്ങൾ ഈ കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ദമാക് മാൾ എന്ന് പറഞ്ഞ ഒരു മാളുണ്ട്. എനിക്ക് കുറച്ച് ക്യാഷ് വിഡ്രോൽ ചെയ്യാണ്ടായിരുന്നു ATM ന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ദമാക് മാളിലോട്ട് പോയത്. അവിടെ പോയി ആ മാളിൻ്റെ ഉള്ളിൽ സത്യം പറയാലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം, നിങ്ങളെന്നെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ATM പൈസ എടുത്താണ്ട് ഞാൻ നേരെ വീണ്ടും ഷോപ്പിലോട്ട് വന്നു. ഷോപ്പിലോട്ട് വന്നിട്ട് വേണം എനിക്ക് ചായ കുടിക്കണം. കാരണം ചായ ഒന്നും കുടിച്ചിട്ടില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഷോപ്പിലെത്തി അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ചായ കുടിച്ചു. കാരണം ഇന്ന് വന്നത് ഒരു ചിക്കൻ ടിക്ക റോളായിരുന്നു. ഞാനൊന്ന് കാണിക്കാൻ നിന്നിട്ടില്ല, ഒന്നും തോന്നരുത്, ഒന്നും ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ അതിന് ശേഷം ഒന്ന് വാഷ്റൂമിൽ പോയി ഒന്ന് മോറും കൈയും മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയതിൻ്റെ ശേഷമാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, തിരിച്ച് ഷോപ്പിലോട്ട് തന്നെ പോകേണ്ടത്. കാരണം ഷോപ്പിൽ എന്നെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇന്ന് പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് ചുമ്മാല്ലേ, അപ്പോൾ എന്നെ കാത്തിട്ട് ഒരുത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരനാണ്, കുറച്ച് കാലമായിട്ടുള്ള പരിചയമാണ്, ഹനീഫ എന്ന് പറയും. അങ്ങനെ ഹനീഫ എൻ്റെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹനീഫാൻ്റെ ഒപ്പം ഞാൻ ജുമാക്ക് പോയി. ഹനീഫ നമ്മളെ ഷോപ്പിൽ വരുന്ന ഒരു സെയിൽസ്മാനാണ്, യൂണിലിവർ മാഗ്നം ഐസ്ക്രീമിൻ്റെ സെയിൽസ്മാനാണ്. അങ്ങനെ അവനെ കൂട്ടിയിട്ട് ഞാൻ അടുത്തുള്ള ജുമാ മസ്ജിദ് നമ്മളെ നാട്ടിൽ പറഞ്ഞാണ്, ഇവിടെ മസ്ജിദ്ക്ക് എന്ത് ചെയ്തു, ഞാനും അവനും ഇവിടെ കൂടി ചെന്നു. അങ്ങനെ ഉളുവൊക്കെ ഉണ്ടാക്കി നേരെ ഞാൻ എന്ത് ചെയ്തു, ജുമക്ക് കയറി. പിന്നെ ഇവിടെ കൂടുതൽ ലാബേഴ്സാണുള്ളത്. ഈ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവിടെ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ലാബേഴ്സ് വരുന്നുണ്ട്. നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഈ ഒരു വെയിലത്താണ് അവർ വീണ്ടും പണിയെടുക്കുന്നത്. ഞാനൊക്കെ ഉള്ളിലാണ്, ഷോപ്പിൻ്റെ ഉള്ളിലാണ് ഇരുന്നിട്ട് പണി. പക്ഷെ എന്നിരുന്നാലും അവരൊക്കെ സമ്മതിക്കേണ്ട വേണം. അങ്ങനെ ചുമയൊക്കെ കഴിഞ്ഞു, ഞാൻ വീണ്ടും അതേമാതിരി പുറത്തിറങ്ങി. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ഷോപ്പ്. കുറച്ചധികം ഒരു 5 മിനിറ്റിൻ്റെ റണ്ണിങ് ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹനീഫൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹനീഫാൻ്റെ ഒപ്പം വീണ്ടും തിരിച്ച് ഷോപ്പിലോട്ട് തന്നെ വന്നു. ഷോപ്പിൽ വന്നതിൻ്റെ ശേഷം ഞാനും ഞങ്ങൾ അക്കൗണ്ടൻറ്റും കൂടിയിട്ട് റൂമിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കുന്ന ഭാഗങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അങ്ങനെ തിരിച്ച് വരുമ്പോൾ എന്ത് ചെയ്താണ്, ഞാൻ എടുത്തൊരു ചെറിയ വീഡിയോ ആണ്. അങ്ങനെ അക്കൗണ്ടൻ്റ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഇത് ഫാസിൽ, ഞങ്ങൾ ഷോപ്പിലെ പുതിയ അക്കൗണ്ടൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.